റോസ് ഫ്ലവറിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലീഫ് ചെയ്യാനായിട്ട് ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് 12 ചെയിൻ സ്റ്റിച്ചസ് ഇടുക. അതിനുശേഷം ഓരോ ചെയിൻ സ്റ്റിച്ചിനകത്തും ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഓർഡറിലുള്ള സ്റ്റിച്ചസ് ഇടുക. ആദ്യം സിംഗിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, പിന്നീടുള്ള 5 ചെയിൻ സ്റ്റിച്ചിനകത്ത് ഓരോന്നിലും ട്രിപ്പിൾ ക്രോഷേ, പിന്നീട് ഡബിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ, ദെൻ സിംഗിൾ ക്രോഷേ. ഇപ്പോൾ ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാനായിട്ട് സിംഗിൾ ക്രോഷേ ചെയ്ത് നിർത്തിയ സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ കൂടി ചെയ്ത് ഓപ്പോസിറ്റ് സൈഡ് സെയിം പാറ്റേണിൽ തന്നെ ചെയ്തെടുക്കുക. 2 സൈഡും ചെയ്തതിന് ശേഷം ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ചെയ്തെടുത്തതിന് ഒരു ലീഫിൻ്റെ ഷേപ്പ് ഉണ്ടെങ്കിലും കുറച്ചുകൂടി ബലം കിട്ടാനായിട്ട് ഇതുപോലത്തെ മെറ്റൽ വയേഴ്സ് യൂസ് ചെയ്യാം. ലാസ്റ്റ് ചെയ്ത് നിർത്തിയ സ്ലിപ്പ് സ്റ്റിച്ചിനകത്തുകൂടി ഈ മെറ്റൽ വയർ കിടത്തി ഔട്ടർ ലെയറിൽ ഓരോന്നിലും സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. മെറ്റൽ വയർ ചേർത്ത് വേണം ചെയ്യാനായിട്ട്. ഇവിടെ കോർണർ വരെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. കോർണറിൽ ഇതുപോലെ ഒരു കർവ് കിട്ടാൻ വേണ്ടിയിട്ട് സിംഗിൾ ക്രോഷേ ചെയ്ത് ഒരു ചെയിൻ സ്റ്റിച്ച് കൂടി ഇട്ടതിന് ശേഷം സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ കൂടി ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡ് ഫിനിഷ് ചെയ്തതിന് ശേഷം ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൂടി ഇട്ട് യാൺ കട്ട് ചെയ്ത് മെറ്റൽ വയറിൻ്റെ കൂടി ഇതുപോലെ പിരിച്ചെടുത്ത് കഴിയുമ്പോൾ ലീഫ് റെഡി.